ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ഒഡീഷ FC-ക്കെതിരെയാണ് കളി. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 9ാം സ്ഥാനത്താണ് പോയിന്റ് പട്ടികയിൽ നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഗിലെ 9ാം മത്സരം നടക്കാൻ പോകുന്നത് 7ാം തീയതി ഒഡീഷ FC-ക്കെതിരെയാണ്. നിലവിൽ ഒഡീഷ FC പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്തുമാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരവും ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായക മത്സരങ്ങളാണ്. ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആദ്യം തന്നെ ഡിഫെൻസീവ് കൂടുതൽ സ്ട്രോങ് ആക്കണം. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെ കളിച്ചപ്പോൾ ആദ്യ 20 മിനിറ്റിൽ തന്നെ 2 ഗോളുകൾ വഴങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 മത്സരത്തിലും ബെക്കറിക്കോണെയും ഗേരി കൂപ്പറിനെയും സൈഡ് ബെഞ്ചിൽ പോലും നമ്മൾ കണ്ടില്ല. പരിക്കായിരിക്കും കാരണം. അതുകൊണ്ട് തന്നെയായിരിക്കും കിബുവിക്കുവാന കളിക്കാൻ ഇറക്കാത്തത്. ഇനി നമുക്ക് ഒഡീഷ FC-ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കിബുവിക്കുവാനയുടെ ഒരു ഫോർമേഷനാണ്, 4-3-3 എന്നൊരു ഫോർമേഷൻ. എന്നാൽ ഒഡീഷയ്ക്കെതിരെ 4-2-3-1 ഇറക്കാനും സാധ്യതയുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കളിയിൽ മിന്നും പ്രകടനം ഒരു പെനാൽറ്റി സേവും കാഴ്ചവെച്ച സേവ് ചെയ്ത ഗോൾ കീപ്പറാണ് ആൽബിനോ ഗോമസ്. അതുകൊണ്ട് തന്നെ ആൽബിനോ ഗോമസിന് തന്നെ ആയിരിക്കും കീപ്പർ സ്ഥാനത്ത് നിലനിർത്താൻ പോകുന്നത്. മികച്ച പ്രകടനമാണ് ആൽബിനോ കാഴ്ചവെക്കുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് ജസൽ കർണയുടെയും റൈറ്റ് ബാക്കായിട്ട് നിഷു കുമാറുമായിരിക്കും ഇറങ്ങാൻ സാധ്യത. സെൻട്രൽ ബാക്കിൽ പരിക്ക് മാറി തിരിച്ചെത്തുന്ന ബെക്കറിക്കോണിനെ ഇറക്കാനും അതുപോലെ തന്നെ കോസ്റ്റ നമോണോസായും മലയാളി താരം കൂടിയായ അബ്ദുൽ ഹക്കു ആയിരിക്കും ഇറങ്ങാൻ സാധ്യത. അതുപോലെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി വിൻസെൻ്റ് ഗോമസ് തന്നെ അവിടെ കാണും. അതുപോലെ തന്നെ ജിക്സൺ സിംഗുമാണ് ഉള്ളത്. ഇരു താരങ്ങളും മികച്ച കളിയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മലയാളി താരം സഹൽ അബ്ദുൽ സമദ് തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അതുപോലെ റൈറ്റ് വിങ്ങറായി മലയാളി താരം KP രാഹുൽ തന്നെ ഫസ്റ്റ് 11 ഇനി അടുത്ത കളിയിൽ കാണും. കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് 11 ഇല്ലായിരുന്നു KP രാഹുൽ. ഇനി ലെഫ്റ്റ് വിങ്ങറായി ഫെക്കണ്ടോ പെരേര ആയിരിക്കും ഇറങ്ങാൻ സാധ്യത. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ജോർദാൻ മുറ ഇറങ്ങും, അല്ലെങ്കിൽ ഗാരി കൂപ്പർ ആയിരിക്കും ഇറങ്ങുമെന്ന് കണ്ടിരിക്കണം. അതുപോലെ തന്നെ ജുവാൻഡ ലോപ്പസ് കളിക്കാൻ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. ജുവാൻഡ ലോപ്പസിൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജുവാൻഡ ഇറങ്ങുമെന്ന് സംശയമാണ്. അതോ റൂമർ അനുസരിച്ച് ജുവാൻഡ ക്വാറൻറ്റൈൻ പൂർത്തിയാക്കി ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നെന്നാണ് ഇപ്പോൾ വരുന്ന റൂമർ. പക്ഷേ ഇതൊന്നും സത്യമാണെന്ന് അറിയത്തില്ല. എങ്ങനെയാണേലും ഈ കളി നമുക്ക് നിർണായകമാണ്, വരുന്ന കളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക.